ഇക്കുറി പള്ളിപ്പുറം പാറളം കോടന്നൂർ തേവർപ്പടവിൽ നെൽകൃഷി ചെയ്ത കർഷകർക്ക് നിരാശരായി. പ്രതീക്ഷിച്ചത്ര നെല്ല് കൊയ്തെടുക്കാൻ കഴിയാതെ കർഷകർ ദുരിതത്തിലാണ്. വെളിയത്ത് തെയ്യൻമകൾ അംബിക 80 സെന്റ് സ്ഥലത്ത് കൃഷി ചെയ്തത് മണിരത്ന ഇനത്തിലെ നെല്ലാണ്. എന്നാൽ കൊയ്യാൻ പ്രായമായപ്പോൾ കർഷകർക്ക് കണ്ണുനീരാണ് ലഭിച്ചു തുടങ്ങിയത്. വളമിടലൊക്കെ ഞാൻ തന്നെ അതൊക്കെ ചെയ്തിട്ടാണ് ഈ സാധനത്തിൽ ഈ അരച്ചാക്ക നെല്ല് കിട്ടിയാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. എന്നാലും ഞാനത് കൃഷിയോടുള്ളതുകൊണ്ട് ഞാൻ കൊയ്ത് കയറ്റിയതാ. കയറ്റി മോശമല്ലേ, പടവിന് മോശമല്ലേ പടവാർക്കും. 80 സെന്റിൽ നിന്ന് കിട്ടിയത് അരച്ചാക്ക് നെല്ല് മാത്രം. ഇത് അംബികയുടെ മാത്രം അനുഭവമല്ല, മിക്ക കർഷകരുടെയും സ്ഥിതി ഇതുതന്നെ. അംബികയ്ക്ക് 30,000 രൂപയാണ് കൃഷി ഇറക്കാൻ ചെലവ് വന്നത്. നെൽകൃഷി കനത്ത നഷ്ടമായിരുന്നുവെന്ന് തേവർപ്പടവ് സെക്രട്ടറി രാമകൃഷ്ണൻ, കമ്മിറ്റിക്കാരായ KK സുപ്രിയൻ, CG സജി, TA സുബ്രഹ്മണ്യൻ എന്നിവർ മീഡിയ ഫോറിനോട് പറഞ്ഞു. ഈ പ്രാവശ്യം അന്ന് കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാവരും കൊയ്യാറുണ്ട്. പക്ഷെ ഈ പ്രാവശ്യം പലർക്കും കൊയ്യാൻ തന്നെ കിട്ടിയിട്ടില്ല. ഇപ്പൊ ഈ പെങ്ങള് പറഞ്ഞു 80 സെന്റ് സ്ഥലം കൊയ്തിട്ട് ഈ അരച്ചാക്ക് നെല്ലാണ് ഈ പെങ്ങൾക്ക് കിട്ടിയത്. അതായത് അത് 24 മണിക്കൂർ ഈ പാടത്ത് അധ്വാനിക്കുന്ന ഒരു ചേച്ചിയാണ്. അവരെന്നെയാണ് വരമ്പ് വരെ വെക്കുന്ന പണി. അത്രയും കൃഷിയോടുള്ള ആത്മാർത്ഥതയുടെ പേരിൽ പലരും കൊയ്യാൻ കിട്ടപ്പോഴും ആ ചേച്ചി ഇപ്പോഴും അത് വന്നു ആ അരച്ചാക്കുള്ളെങ്കിലും അത് കൊയ്തെടുക്കും. ഈ അരച്ചാക്ക് നെല്ല് കൊടുത്താൽ അതിന് കൊയ്ത്ത് മിഷന്റെ കാശ് വരെ കൊടുക്കാൻ തയ്യില്ല. അപ്പൊ അതിനും അത് കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇതിന് സർക്കാർ അടിയന്തരമായി ഇടപെട്ടു. ഞങ്ങളുടെ ഈ കൃഷിക്കാര് കൃഷി ഇനിയും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അവർക്ക് ധനസഹായം നഷ്ടം കൊടുത്തുകൊണ്ട് സർക്കാരും അതിന്റെ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരും അവരെ സംരക്ഷിക്കാൻ വേണ്ടി ന്യായമായ നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ് പാടശേഖര സമിതിയുടെ സെക്രട്ടറി എന്ന നിലയ്ക്ക് അതുപോലെ തന്നെ ഞങ്ങൾക്ക് കമ്മിറ്റിക്കാർ ഉടൻ തന്നെ കൃഷിവകുപ്പ് പ്രശ്നത്തിൽ ഇടപെടണമെന്നാണ് കർഷകരുടെ ആവശ്യം.